അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ശ്രദ്ധ ഇപ്പോൾ ക്യൂബയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. യുഎസുമായി വേഗം കരാറിലെത്തണം, അല്ലെങ്കിൽ എണ്ണയുമില്ല പണവുമില്ല എന്നാണ് മുന്നറിയിപ്പ്. മദൂറോയെ പിടികൂടിയതിന് പിന്നാലെ വെനസ്വേലയുടെ സഹായത്തോടെ പിടിച്ചു നിൽക്കുന്ന ക്യൂബയെ ലക്ഷ്യമിട്ടിറങ്ങിയിരിക്കുകയാണ് ട്രംപ്. വെനസ്വേലയിലെ പോലെ ക്യൂബയിലും ഭരണമാറ്റം ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂടുതൽ അറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ക്യൂബയ്ക്ക് ഇനി ഒരു തുള്ളി എണ്ണയോ പണമോ ലഭിക്കില്ല. വളരെ വൈകുന്നതിന് മുമ്പ് അമേരിക്കയുമായി അവരൊരു ഡീൽ ഉണ്ടാക്കണമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെനസ്വേലൻ പിന്തുണയില്ലാതെ ക്യൂബൻ സർക്കാർ തകരാൻ പോകുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. യുഎസിന് പ്രത്യേകിച്ച് ഒരു നടപടിയും എടുക്കേണ്ടതില്ല. നിക്കോളാസ് മദൂറോയും വെനസ്വേലയുടെ എണ്ണ വിതരണവും ഇല്ലാതാകുമ്പോൾ ക്യൂബ തകരാൻ തയ്യാറെടുക്കുകയാണെന്നും ട്രംപ് പറയുന്നു. വർഷങ്ങളായി ക്യൂബയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരാണ് വെനസ്വേല. ടൂറിസവും കൃഷിയുമായിരുന്നു അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂൺ. എന്നാൽ അമേരിക്ക ഉൾപ്പെടുത്തിയ ഉപരോധങ്ങളും രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും കാരണം ഈ രണ്ടു മേഖലകളെയും പ്രതിസന്ധിയിലാക്കി. വെനസ്വേല നൽകിയ ഓയിലും സാമ്പത്തിക സഹായവും കൊണ്ടാണ് ക്യൂബ പിടിച്ചു നിൽക്കുന്നത്. ക്യൂബയ്ക്ക് വേണ്ട മൊത്തം എണ്ണയുടെ പകുതിയും എത്തുന്നത് വെനസ്വേലയിൽ നിന്നാണ്. ഹ്യൂഗോ ഷാവേസിന്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഈ ബന്ധം. ക്യൂബയ്ക്ക് ദിവസേന ഏകദേശം 30,000 മുതൽ 35,000 വരെ ബാരൽ എണ്ണയും പണവും വെനസ്വേല ഒരു മുടക്കവും കൂടാതെ എത്തിച്ചിരുന്നു. പകരമായി ക്യൂബ സുരക്ഷാ സേവനങ്ങളാണ് വെനസ്വേലയ്ക്ക് നൽകിയിരുന്നത്. മദൂറോ ഉൾപ്പെടെയുള്ള വെനസ്വേലൻ നേതാക്കളുടെ സുരക്ഷ ക്യൂബൻ ഉദ്യോഗസ്ഥരായിരുന്നു ഏറ്റെടുത്തിരുന്നത്. വർഷങ്ങളായി വെനസ്വേലയിൽ നിന്ന് കിട്ടുന്ന വലിയ തോതിലുള്ള എണ്ണയിലും പണത്തിലുമാണ് ക്യൂബ ജീവിച്ചത്. പകരം അവർ അവസാനത്തെ 2 വെനസ്വേലൻ രാഷ്ട്രത്തലവന്മാർക്ക് സുരക്ഷാ സേവനങ്ങൾ നൽകി. എന്നാൽ ഇനി അത് നടക്കില്ലെന്നാണ് ട്രംപിന്റെ ഭീഷണി. മദൂറോയുടെ അറസ്റ്റിനിടെ നിരവധി ക്യൂബൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 32 പേർ കൊല്ലപ്പെട്ടതായി ക്യൂബൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കടുത്ത മുന്നറിയിപ്പ് നൽകി രംഗത്തുണ്ട്. വാഷിംഗ്ടൺ വെറുതെ ഇരിക്കരുതെന്ന് പറഞ്ഞ റൂബിയോ ഹവാനയിൽ താൻ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ആശങ്കപ്പെട്ടേനെ എന്നും ചൂണ്ടിക്കാട്ടി. റൂബിയോ ഒരു ദിവസം ക്യൂബയുടെ നേതാവാകുമെന്ന് ഒരു പോസ്റ്റ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാർക്കോ റൂബിയോയെ സംബന്ധിച്ചിടത്തോളം ക്യൂബൻ സർക്കാർ തകരുന്നത് വൈകാരികമായി വളരെ പ്രാധാന്യമുള്ളതാണ്. ഫിദൽ കാസ്ട്രോയുടെ വിപ്ലവത്തിന് 3 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ക്യൂബ വിട്ടിരുന്നു. ഫ്ലോറിഡയിലെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ കാസ്ട്രോയെ ദുഷ്ടനും കൊലപാതകിയുമായ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ എതിരാളിയായാണ് റൂബിയോ തന്റെ ഐഡന്റിറ്റി കെട്ടിപ്പടുത്തത്. ക്യൂബൻ ഭരണകൂടം തകരുന്നത് അദ്ദേഹത്തിന്റെ ജീവനാന്ത രാഷ്ട്രീയ ദൗത്യത്തിന്റെ പൂർത്തീകരണമായിരിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ക്യൂബയെ ദുർബലപ്പെടുത്താൻ വാഷിംഗ്ടൺ ശ്രമിക്കുന്നത് ഇതാദ്യമായല്ല. 2019 ട്രംപും റൂബിയോയും മദൂറോയെ പുറത്താക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇത് പരാജയപ്പെട്ടു. അന്ന് ഈ ഗൂഢാലോചനയെക്കുറിച്ച് ക്യൂബൻ ഇന്റലിജൻസ് മദൂറോക്ക് മുന്നറിയിപ്പ് നൽകിയതായി മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ആർ ബോൾട്ടൺ തന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം ക്യൂബ ദശാബ്ദങ്ങളായി ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. ഇതിനകം തന്നെ US ഉപരോധങ്ങൾ, വൈദ്യുതി ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ ക്യൂബയെ വലക്കുന്നുണ്ട്. വെനസ്വേലൻ എണ്ണയുടെ നഷ്ടം ഇത് കൂടുതൽ വഷളാക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വെനസ്വേലയുടെ എണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞു. 50 മില്യൺ ബാരൽ വരെ എണ്ണ അമേരിക്കയിലേക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ഇടക്കാല കരാർ ഉണ്ടാക്കി വരികയാണ്. പണം US ട്രഷറി നിയന്ത്രിത അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കും. ഇത് അമേരിക്കയിലെയും വെനസ്വേലയിലെയും ജനങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ട്രംപിന്റെ ഭീഷണികളെ ശക്തമായി നിരസിക്കുകയാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനൽ. വെനസ്വേലയിൽ ട്രംപ് നടത്തിയത് ഭീകരവാദ പ്രവർത്തനമാണെന്ന് പ്രസിഡന്റ് മുൻപ് ആരോപിച്ചിരുന്നു. ആരും ഞങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കേണ്ട. ക്യൂബ 66 വർഷമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല, മറിച്ച് അവസാന രക്തത്തുള്ളി വരെ നാടിനെ പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് സോഷ്യൽ മീഡിയയിൽ കാനൽ വ്യക്തമാക്കുന്നു. ട്രംപ് ഏത് തരം ഡീലാണ് ക്യൂബയിൽ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. മാർക്കോ റൂബിയോയെ പോലുള്ള ക്യൂബ വിരുദ്ധ നിലപാടുള്ളവരുടെ സ്വാധീനത്തിൽ ഭരണമാറ്റം ഉണ്ടാകുകയാണ് ലക്ഷ്യമെന്നാണ് നിരീക്ഷകർ പറയുന്നത്.